അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ബബ്ബയുടെ ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. കുറച്ച് ലേറ്റായി പോയെന്നറിയാം. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുകയും അങ്ങനെയാണല്ലേ? അതെ അതെ, സംഭവബഹുലമായ കാലത്തിന് ശേഷം ഇറങ്ങുന്ന ഒരു ട്രെയിലറാണ്. അതെ അതെ അതെ, കാലത്തിനെന്ന് വെച്ചാൽ ഇത് ട്രെയിലർ ഇറങ്ങുന്നത് തന്നെ ഒരു പുറത്തൊരു വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺടെക്സ്റ്റ്, അതെ, ഏത് സാഹചര്യത്തിലേക്കാണ് ഈ ട്രെയിലർ ഇറങ്ങുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, സോ നമ്മൾ ട്രെയിലർ കണ്ട് അതിൻ്റെ റിയാക്ഷനും അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാനാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ട്രെയിലർ കാണാം. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം എന്റെ മുഖചിത്രമാണ്. മുക്കിലും മൂലയിലും എൻ്റെ മുഖചിത്രമാണ്. മെറ്റായിരിക്കുമല്ലോ. നമ്മൾ തല കുറിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയിരിക്കുന്നു. I will take you to the miraculous universe of the most wanted person you're searching for. അനിമോർഫിക്കല്ലേ? രണ്ടുണ്ടല്ലോ. വീണ്ടും സന്ധിക്കുന്നത് മറ്റേ വിശ്വാസ അതിപ്പോ പറയാൻ കഴിയില്ല. ദേവ്ജി പോക്കല് വെച്ചാണോ ചായ? ഡയലോഗൊക്കെ സട്ടം തൻകണമേ. ആ ആ വേണ്ട 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 വേണ്ട. ഡാൻസ് റിയലോജി ശരിക്കും ഓജി മലയാളത്തിൽ ഏട്ടനെ വെച്ച റീമേക്കാണ്. ലുക്ക് വൈസ് ഒക്കെ നോ ലോജിക് ഓൺലി മാഡ്നസ്. അതായത് അവർ ഓൾറെഡി പറയുകയാണ് ഇതൊരു ബ്രെയിൻ റോട്ട് പടമാണ്. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ വീട്ടിൽ വെച്ചിട്ട് വന്നിരുന്ന് കാണുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇത് കാണുമ്പോഴേ ഞാൻ ബേസിക്കലി ഈ പടത്തിന് ഏറ്റവും വലിയ പോസിറ്റീവ്, അല്ലെങ്കിൽ ഈ പടം തിയേറ്ററിൽ ഇതിന് ആൾക്കാരെ എത്തിക്കാനുള്ള ഏറ്റവും വലിയ ഫാക്ടർ ദി എൽ ഫാക്ടറാണ് അല്ലേ? എൽ ഫാക്ടർ അല്ലേ? ഇങ്ങനെ എൽ ഫാക്ടറാണ് ഇതിലെ മെയിൻ ഫാക്ടർ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എല്ല് കാണിക്കണമല്ലേ? ഞാൻ കുറേ നമ്മുടെ ഏത് പടമായിരുന്നു, ഏതൊക്കെയോ പടം കാണുമ്പോഴത്തേക്കും പണ്ട് ഇവരുടെ ഫേസിന് ഭയങ്കര സാമ്യമുണ്ടല്ലോ, അതായത് ലാലിൻ്റെയും ദിലീപിൻ്റെ. അത് കണ്ട് പണ്ട് തൊട്ട് ഇങ്ങനെ ഇവർ ഒരുമിച്ച് ചേട്ടനായി അങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ ബ്രദേഴ്സ് എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ ഓൾറെഡി നമ്മുടെ 2020 വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരുമിച്ച് സീനുകളും ഞാൻ പറയുന്നത് ഒരു ടെക്നിക്കലി അവർ ഒരുമിച്ചായിരുന്നു. പക്ഷെ അതിനകത്ത് ഇവർ ഒരുമിച്ച് സീനുകളൊന്നും ഇല്ല. സീനുകളുണ്ട്, പക്ഷെ അത് മറ്റേ നമ്മൾ ചേട്ടൻ ഉദ്ദേശിച്ച ഇതുപോലെ ഇത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഫുൾ ഫ്ലെഷ്ഡ് ഫൺ പടം വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ വന്നെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ എന്തോ ഒരു അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദിലീപ് എന്ന നടനപ്പുറം ദിലീപ് എന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ല, അതായത് സിറ്റുവേഷൻ ഇൻ ദ സെൻസ് അല്ല, ആ കേസ്, ആ പ്രശ്നങ്ങളുടെ ഒരു സംഭവം കൊണ്ട് തന്നെ നമുക്കിതിനെ കംപ്ലീറ്റ്ലി നമ്മളിപ്പോൾ ഈ സിനിമ ആസ്വദിക്കാൻ എക്സൈറ്റഡ് ആകാനുള്ള ഒരു കുറച്ച് കുറവാണ്. അതായത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ്ലി ആസ്വദിക്കാനുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിചാരിച്ചില്ല ഇത്രയും മെറ്റ. അതായത് ഇപ്പം ഇവര് സിനിമയായിട്ട് നമുക്കിപ്പോൾ സിനിമയായിട്ട് കണ്ട് ആസ്വദിക്കാന്നുള്ള ലൈനാണെങ്കിലും നമ്മൾ അങ്ങനത്തെ കുറേ പരിപാടികൾ ഇപ്പോൾ ഈ പടത്തിനകത്തുണ്ടാവും. കാരണം പടം കാണുന്നവർക്ക് ഇത് വെറും ഒരു പടമായിരുന്നെങ്കിൽ ഓക്കെ, പക്ഷെ ഈ റെഫറൻസ് ഇല്ലേ ഇപ്പം ഈ ട്രെയിലറിൽ വെച്ചിരുന്ന ഡയലോഗ്സ് എല്ലാം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആ വിധി വന്നതിന് ശേഷമുള്ള അടുത്ത ദിവസമാണ് ഷൂട്ട് ചെയ്ത പടം പോലെ. അത് തന്നെ, വിധി വന്നതിന് ശേഷം എന്താ നമുക്ക് പറയാനുള്ളത് പറയുന്ന ലൈനിലൊരു സാധനമാണ്. അതായത് ചട്ടം തൻ കടമയെ സേവ് പറഞ്ഞ് ആ ഡയലോഗ് വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ എന്തോ ഒരു കോൺസ്പിറസി പ്ലാനിങ് ഒക്കെ ഉള്ളതുപോലൊക്കെ ഫീൽ ചെയ്യും. നമുക്കൊന്നും അറിയില്ല. നമ്മളിത് നമ്മുടെ ആ ഒരു വിഷയത്തിൽ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഔട്ട്ലൈൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഏത് സൈഡിലാണ് കൂടുതൽ സത്യം കൂടുതൽ കള്ളമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നമ്മുടെ ഈ തെളിവുകളൊന്നും ഇല്ല. ബട്ട്
ഒരു ത്രാസ് ഉണ്ടെങ്കിൽ ഒരു അല്പം തൂക്കം ഏത് സൈഡിലാണ് നമുക്കൊരു പബ്ലിക് നോളജ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ പടം. അപ്പോൾ ഈ പടം നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് 2 കൈ അടിച്ച് ആസ്വദിക്കാന്ന് വെച്ചാലും നമ്മുടെ മനസ്സിന് കുറച്ചൊരു ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും സിനിമ അപ്പോൾ സിനിമാ പ്രേമി എന്നുള്ള ലൈനിൽ നമ്മളിത് ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ഒരു പടമാണ്. ലൈക്ക് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഭയങ്കര അധികം ഒരു ഫുട്ഫോൾ ഉണ്ടാകുന്ന ടൈപ്പ് പടമാണ് അല്ലേ. തിയേറ്ററിലേക്ക് ഒരു വലിയ കൂട്ടം ആൾക്കാർ എത്തിക്കാൻ പറ്റേണ്ട പടമാണ്. ബട്ട് ഇതിൻ്റെ ഇപ്പോഴും 2 വർഷത്തും ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഈ ഡയലോഗുകൾക്ക് കയ്യടി വീഴാൻ പോകുന്നത് ഒരു പക്ഷത്തിലുള്ള ആളുകൾക്കാണ്, അത് ഹേർട്ട് ചെയ്യാൻ പോകുന്നു മറ്റേ പക്ഷത്ത്. അതായത് ദിലീപ് സപ്പോർട്ടേഴ്സിന്റെ കയ്യടി ആയിരിക്കും അവിടെ മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അപ്പുറ സൈഡിൽ ഇത് വലിയ ഹേർട്ട്ഫുള്ളായിട്ട് അത് ഒഴിവാക്കി എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു മൈൽഡർ ഒരു ഫൺ പടമാക്കി എടുത്താൽ. ഇപ്പൊ ഈ പടത്തില് സ്റ്റാൻസ് എടുക്കുന്ന അല്ല അത് മാത്രമല്ല, മോഹൻലാൽ എന്ന് പറഞ്ഞ ആള് വരുന്നത് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ജനറൽ ഓഡിയൻസിനെ ഈ സിനിമ കാണാനുള്ള ഒരു സെക്കൻഡ് അല്ല ഫസ്റ്റ് ഓപ്ഷൻ, പടത്തിൻ്റെ ആദ്യത്തെ ഓപ്ഷൻ ഈ സിനിമ കാണാൻ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള റീസൺ ഇത് ലാലേട്ടനുണ്ട് എന്നുള്ളൊരു റീസൺ ആക്കാൻ വേണ്ടി കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ നമ്മൾ കാണുന്നതായിരിക്കും. അതെ ലാലേട്ടൻ്റെ ഹെയർ കുറച്ച് കാണുമ്പോൾ നമുക്കൊരു എളുപ്പം ഇതുണ്ടെങ്കിലും എനിക്ക് പുള്ളി ആ ടൈറ്റിൽ ഭയങ്കര രസമാണ്, ദ റിയൽ OG. അത് ശരിക്കും അത് ഭയങ്കര വർത്ത് ടൈറ്റിലാണ് പുള്ളിക്ക്. ഈ OG സിനിമ കണ്ടുകൊണ്ടപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഈ പവൻ കല്യാൺ ഗായുവിനേക്കാൾ അവിടെ ആരെയൊക്കെ റീപ്ലേസ് ചെയ്ത് കണ്ടാൽ അത് ഇതിലും ഗംഭീര പടമാകുമെന്ന്. അപ്പോൾ നമ്മളത് മലയാളത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബിൽഡപ്പിൽ ഒരാളെ കൊണ്ട് നിർത്തിയാൽ ഓഡിയൻസിന് അത് കൺവിൻസിങ് ആവുകയും കൈയടിക്കണമെങ്കിൽ അത് ലാലേട്ടനാണ് അതിൻ്റെ എന്താ പറയുക പീക്ക് എന്ന് പറയുന്ന പോലെ ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതുപോലെ ദ റിയൽ OG എന്നുള്ള പേര് അത് ഇഷ്ടപ്പെട്ടു, അത് നല്ല രസമുണ്ടാകും. പിന്നെ ഇത് കാണുമ്പോൾ ഇത് വെൽ ഷോട്ടാണ്, അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഗോപി സുന്ദർ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ച് ഞാൻ അന്ന് ടീച്ചറിൽ എന്തോ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കണ്ടതിൽ കുറച്ച് പണിയെടുത്ത പരിപാടി. ചേട്ടൻ പറഞ്ഞ മറ്റേ റോബോ ക്യാമറ ഒരു സാധനം ചെയ്തിട്ടുണ്ടെന്നല്ലേ. പക്ഷെ ഇതേ ഉള്ളൂ, അതായത് ഇതിന്റെ പടത്തിന്റെ പുറത്തുള്ള ഈ സംഭവം സാഹചര്യം, ഈ പടം ഇറങ്ങുന്ന സാഹചര്യമാണ് നമ്മളെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു മൈൻഡ് സെറ്റിൽ നിർത്തും. പക്ഷെ നമ്മൾ സിനിമ ബഹിഷ്കരിക്കുക ലൈനില്ല, കാര്യം നമ്മൾ സിനിമയ്ക്കൊപ്പം അതായത് ഇതിനകത്ത് ഒരാളാണ് നമുക്ക് കുറച്ച് ഈർഷ ഉണ്ടാക്കുന്ന, പക്ഷേ ഒരു 150 പേര് വേറെ ആളുകൾ ഇതിൻ്റെ ചുറ്റിനുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഒരു സ്റ്റാൻസ് ഉള്ളവരൊന്നുമല്ല, ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്യാന്നുള്ളവരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനു മുമ്പ് ദുരന്തറിനകത്തും ഈ പറയുന്ന പോലെ ഇപ്പം നോർത്തിലൊക്കെ ചർച്ചയുള്ള പോലെ ഒരു ഡിവൈഡഡ് സിനിമയാണത്. അതെ, അവിടെ എന്ന് പറയുമ്പോൾ അത് വേറൊരു ഇതാണ്. പക്ഷെ ഇത് അങ്ങനെ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. അതെ, അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മലയാളത്തിൽ അങ്ങനത്തെ സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ്. അതായത് പുറത്ത് നടക്കുന്ന ഒരു കാര്യം സിനിമയ്ക്കകത്ത് നടക്കുന്ന ഒരു കാര്യം തമ്മിലുള്ള ഒരു ക്ലാഷ്. ഈ രാമലീല ഇറങ്ങിയ സമയത്തും ഈ ഒരു സംഭവമാണ്. അതായത് അത് വെച്ചിട്ടാണ് രാമലീല അന്ന് ഭയങ്കര വലിയൊരു ഹിറ്റായി മാറിയതും. അത് ആ പടത്തിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയ സമയത്ത്. അപ്പോൾ അതിനകത്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടാണ് പടം ഹിറ്റാകുന്നത്. സോ അപ്പോൾ ഈ സിനിമയിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. പിന്നെ ആക്ച്വലി ഈ പടത്തിൻ്റെ കഥകളെ പറ്റിയൊക്കെ കുറച്ച് റൂമറൊക്കെ നമുക്ക് അങ്ങനെയല്ല. ഈ റെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ റെഡിറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ അതിൽ സത്യമുണ്ടാവും കള്ളമുണ്ടാവും. ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് രസകരമാണ്. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ആലോചിച്ച് ആ ഐഡിയ വെച്ചിട്ട് ആ പറഞ്ഞ കണ്ടന്റ് വെച്ച് കഥകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ട്രെയിലർ കണ്ടു നോക്കി കഴിയുമ്പം ഏറെക്കുറെ അതിനായിട്ടൊക്കെ സാധ്യതയുണ്ടെന്ന് തോന്നും. സോ അപ്പോൾ എന്തായാലും ശരി, സിനിമ വരുമ്പോൾ ഫസ്റ്റ് വർഷം ഞാൻ കാണുന്നതായിരിക്കും. അത് സിനിമയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ പോയി കാണും. നമുക്ക് സിനിമയ്ക്ക് പുറത്തെ കാര്യങ്ങളിൽ നമുക്കൊരു സ്റ്റാൻഡുണ്ട്, പക്ഷേ നമ്മൾ സിനിമയോടൊപ്പവും ആണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ സ്റ്റാൻഡ് നിങ്ങൾ കമൻറ്റിൽ പറയും. നോ പ്രോബ്ലം, നമുക്കത് പ്രശ്നമില്ല. പിന്നെ നമ്മളെ വന്ന് തെറി പറയുന്ന പരിപാടി, ഇത് നമ്മളിങ്ങനെ ഒരു സംഭവം പറയുമ്പോഴത്തേക്കും ഉടനെ വന്നിട്ട് നീയൊക്കെ മറ്റേ അങ്ങനെ വന്ന് പറയാതെ കുറച്ചുകൂടെ മാന്യമായ രീതിയിൽ അതിനെപ്പറ്റി സംസാരിച്ചാൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഹിപ്പോക്രസി ആയി മറ്റേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിലുള്ള സിനിമയുടെ അടി വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ട്.
നമ്മളത് കാണത്തില്ല ബ്രോ. അത്ര ഏതാ അത് തന്നെ നിങ്ങളുടെ സ്റ്റാൻഡ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ കാണും, ഞാൻ ഡെഫിനറ്റ്ലി ഫസ്റ്റ് പടം കാണുന്നതായിരിക്കും.